ഈ ബഡ്ജറ്റ് ശ്രീ അപ്പു ജോൺ ജോസഫ് അങ്ങേക്ക് 3 മിനിറ്റ്. ശ്രീ അപ്പു ജോൺ ജോസഫ് അങ്ങേക്ക് 3 മിനിറ്റ്. മാഡം സ്പീക്കർ, യുവജനങ്ങൾ തൊട്ട് വയോധികർ വരെയുള്ള കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഈ ഒരു ബജറ്റിനെ ഞാൻ പിന്തുണയ്ക്കുന്നു. ജൻസി, ഉപാധിരഹിത പട്ടയം, ക്രമവൽക്കരണം, വന്യജീവി സെൻസസ്, ബഹുവിള കൃഷി തുടങ്ങി കാർഷിക മേഖലയിൽ വളരെയേറെ പ്രതീക്ഷകൾ നൽകുന്ന, മലയോര മേഖലയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ബജറ്റാണിത്. നിലവിലുള്ള കെട്ടിടങ്ങൾ ഉപാധിരഹിതമായി ക്രമവൽക്കരിച്ച് കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇതേ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്ന് ഞാൻ താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ഉപാധിരഹിത പട്ടയം, അതിലും ത്വരിതഗതിയിൽ തീരുമാനങ്ങൾ എടുക്കണമെന്ന് ഞാൻ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു വിപ്ലവകരമായ പ്രഖ്യാപനമാണ് മാഡം മിഷൻ സമുദ്ര. പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഈ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുള്ള ഈ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള ചരക്കുകൾ, അവിടെ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും സുഗന്ധവിള ഉൽപ്പന്നങ്ങളുമെല്ലാം കെട്ടുവള്ളം മാർഗമാണ് കേരളത്തിലെ 44 നദികളിൽ 41 കിഴക്കു നിന്നും പടിഞ്ഞോട്ടോടെ ഒഴുകുന്ന നദികളിൽ കൂടെയാണ് പണ്ട് ചരക്ക് നീക്കം ഉണ്ടായിരുന്നത്. ഇന്നും ആ നദികളെ, അതിൽ പ്രധാനപ്പെട്ട 3 വലിയ നദികളായ പമ്പയും ഭാരതപ്പുഴയും പെരിയാറുമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തൊടുപുഴ മൂവാറ്റുപുഴയാറ്, നമ്മുടെ മണിമലയാറ്, ചാലിയാർ തുടങ്ങി അച്ചൻകോലാർ തുടങ്ങി നിരവധി പുഴകൾ നമുക്കുണ്ട്. അത് നാവിഗബിളാക്കുവാനുള്ള ഒരു ശ്രമം നടത്തണം. പലയിടത്തും നമുക്കറിയാം ഇണകളുണ്ട്. തടയണ ഉള്ള പ്രദേശങ്ങളിൽ നൂതന ടെക്നോളജിയുടെ വാട്ടർ എലിവേറ്റേഴ്സ്, ബോട്ട് ഷൂട്ട്സ് അല്ലെങ്കിൽ വാട്ടർ ബൈപ്പാസ് വിത്ത് ഷട്ടേഴ്സ്, ഡീഫ്ലേഷൻ ഡാംസ് തുടങ്ങി നിരവധി ടെക്നോളജികൾ നമുക്കിവിടെ ഉണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തി വീണ്ടും ആ ഒരു പാത നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ചരക്ക് നീക്കത്തിന് നമ്മൾ വലിയ ട്രാഫിക് പ്രോബ്ലം ഉണ്ടാക്കാതെ ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നു. അതുപോലെ ഇന്ന് ബഹുമാനീയ TV ഇബ്രാഹിം വള്ളിക്കുന്ന് മെമ്പർ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു ശ്രദ്ധ ക്ഷണിക്കലില്ല. നമ്മുടെ വികസന അസമത്വം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു കമ്മീഷനെ രൂപവൽക്കരിക്കുവാൻ മുഖ്യമന്ത്രി തീരുമാനം എടുക്കുകയുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മെയ് 2023 വെളിയിൽ സർക്കാരിലേക്ക് സബ്മിറ്റ് ചെയ്ത JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, അത് കഴിഞ്ഞ ഈ ഫെബ്രുവരി മാസം മാത്രമാണ് അത് പബ്ലിഷ് ചെയ്തത്. ഈ കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലുള്ള ന്യായമായ ആവശ്യങ്ങളും പരിഗണിക്കുവാൻ ആ കമ്മീഷൻ റിപ്പോർട്ടും പരിഗണിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സർക്കാർ മുന്നോട്ട് വരണമെന്ന് താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഭിന്നശേഷി സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകുന്ന കാര്യം നമ്മുടെ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് പരമാവധി സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകുവാൻ ഇപ്പോഴുള്ള നിയമങ്ങളിൽ ഭേദഗതി വരുത്തി. ഇപ്പോഴുള്ള നിയമം എന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ള 100-ൽ അധികം വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിലേ എയ്ഡഡ് കിട്ടത്തുള്ളൂ. അത് കേന്ദ്ര സർക്കാർ അത് 23 വയസ്സാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഭേദഗതികൾ വരുത്തി പരമാവധി സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മാഡം. അതുപോലെ തന്നെ തൊടുപുഴ നിയമമണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന, മൂവാറ്റുപുഴയിൽ നിന്നും തൊടുപുഴ വഴി ഇടുക്കിയിലേക്ക് പോകുന്ന പെരുമാങ്കണ്ടം, വെസ്റ്റ് കോടിക്കുളം, പരിയാരം, പാറമട റോഡ്, ഇത് 6 കോടി രൂപ ഗവൺമെൻറ് ഓർഡറിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ബജറ്റിൽ LDF ഗവൺമെൻറ് ബജറ്റിൽ 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഓർഡർ ആയിട്ടില്ല. അതും ദ്രുതഗതിയിൽ അതിൻ്റെ പണി പൂർത്തിയാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നു. അതുപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധപ്പെടുത്തുവാൻ ആയിരിക്കുകയാണ്. നമ്മുടെ ഈ നിയമസഭയിലെ ഓരോ പ്രസംഗങ്ങളും ഓരോ വാക്കുകളും കേരള ചരിത്രത്തിൻ്റെ ഭാഗമാക്കുന്ന ഈ എൻ്റെ മുന്നിലിരിക്കുന്ന, ഞാൻ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ നിയമസഭയിലെ ഉദ്യോഗസ്ഥരെ, ഒരു വെള്ളിപ്പെടാതെ നമുക്ക് വേണ്ടി ഈ സേവനം ചെയ്യുന്ന ഈ നിയമസഭയിലെ ഉദ്യോഗസ്ഥർ, നമ്മുടെ സെക്രട്ടറിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെയും വാച്ച്മാൻമാരുടെ എല്ലാവരുടെയും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാതന്ത്ര്യം എടുക്കുകയാണ് നമ്മുടെ ഈ നിയമസഭയുടെ പേരിലും ഞാൻ പ്രണമിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു.